ഹായ്, വെൽക്കം ബാക്ക് ടു ആൻ ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റ്. ഇത് ധർമ്മരാജ സീരീസിലെ 3ാമത്തെ എപ്പിസോഡ്. കഥ പറയുന്നത് സന്തോഷ്. തകർന്ന ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ സമീപം കണ്ട സ്ത്രീകളെ ചന്ദ്രക്കാരൻ ചിലമ്പനേത്ത് ഭവനത്തിൻ്റെ സമീപത്തുള്ള ഒരു ചെറിയ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചു. വിചാരിച്ചതുപോലെ ഹരിപഞ്ചാനന്ദ സ്വാമികൾ ചന്ദ്രക്കാരൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നില്ല. അതുകൊണ്ട് ഉമ്മിണിപ്പിള്ളയുടെ അകമ്പടിയോടെ സ്വാമികളെ കാണാൻ തിരുവനന്തപുരത്തേക്ക് ചെന്നു. യോഗീശ്വര വാടത്തിലെത്തി ദീപാരാധനയ്ക്ക് ശേഷം ചന്ദ്രക്കാരന് ദർശനഭാഗ്യം കിട്ടി. പട്ട്, സ്വർണം, പനിനീർ കുപ്പി, ഫലപുഷ്പങ്ങൾ എന്നിവ കാണിക്കയായി അർപ്പിച്ചു. യോഗി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. യോഗിയുടെ മുഖവും പെരുമാറ്റ രീതികളും കണ്ടപ്പോൾ അവ്യക്തമായ ചില പഴയകാല ഓർമ്മകൾ ചന്ദ്രക്കാരനുണ്ടായി. ഓർമ്മകളുടെ പഴയ ഏടുകൾ തിരയുന്നതിനിടയിൽ യോഗി അദ്ദേഹത്തിന് ചെവിയിൽ മൂലമന്ത്രം ഉപദേശിച്ചു. കയ്യിൽ ജപിച്ച ചരട് കെട്ടി ശിരസിൽ കൈത്തലം വെച്ച് അനുഗ്രഹിച്ചു. ചന്ദ്രക്കാരൻ്റെ മനസ്സ് കാന്തത്താൽ ആകർഷിക്കപ്പെട്ട ഇരുമ്പ് പോലെ യോഗീശ്വര പ്രഭാവത്തിന് അടിമയായി. ചന്ദ്രക്കാരൻ്റെ കൈത്തലം സ്വീകരിച്ച് കുശലപ്രശ്നങ്ങൾ നടത്തിയ യോഗിയുടെ മുഖത്തേക്ക് ചന്ദ്രക്കാരൻ നന്ദിയോടെ നോക്കി. യോഗീശ്വരൻ്റെ മിഴിയിലേക്ക് നോക്കി നിന്ന ചന്ദ്രക്കാരൻ അവാച്യമായ ഒരു മാനസികാവസ്ഥയെ പ്രാപിച്ചു. ഭൂമിക്കടിയിൽ സുരക്ഷിതമായിരിക്കുന്ന നിധിയെ കാട്ടിക്കൊടുക്കുന്നതായി തോന്നി. സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു. യോഗി ചന്ദ്രക്കാരൻ്റെ ശരീരത്തിൽ അടിമുടി തലോടിയപ്പോൾ അയാൾ മോഹനിദ്രയിൽ നിന്ന് ഉണർന്നു. മഹാരാജാവിനെ അസ്വസ്ഥമാക്കിയ ചില സംഭവങ്ങൾ ഇക്കാലത്ത് തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി. കഴക്കൂട്ടത്ത് പിള്ളമാരുടെ വക ഒരു മോതിരം അണ്ണാവയ്യൻ എന്ന വ്യാപാരിക്ക് ആരോ വിറ്റിരിക്കുന്നു. രാജ്യദ്രോഹത്തിന് കുളം തോണ്ടപ്പെട്ട ആ തറവാട്ടിലെ സകല സ്വത്തുക്കളും രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടിയിരുന്നു. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഉദ്യോഗസ്ഥരെ അലട്ടിയ പ്രശ്നം. അണ്ണാവയ്യനെ പിടികൂടാനും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചു. മോതിരം കണ്ടുകിട്ടിയെങ്കിലും അയാളെ കിട്ടിയില്ല. ഈ സംഭവത്തിൽ അത്ര ഒച്ചപ്പാടൊന്നും വെക്കേണ്ടെന്നാണ് നീട്ടെഴുത്ത് കേശവപിള്ളയ്ക്ക് തോന്നിയത്. പ്രശ്നത്തിന് അമിത ഗൗരവം കൊടുക്കുന്നു എന്ന് പുറത്തറിയുന്നത് തന്ത്രപരമല്ലെന്നും അദ്ദേഹം കണക്കാക്കി. അതനുസരിച്ച് മോതിരം കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്നതിനും അന്വേഷണം രഹസ്യമാക്കാനും രാജാവിൻ്റെ ഉത്തരവുണ്ടായി. മഹാരാജാവിൻ്റെ അനുജനായ മകൈരം തിരുനാളിന് ആരാധ്യനായ ആളായിരുന്നു ഹരിപഞ്ചാനന സ്വാമികൾ. സ്വാമികളെപ്പറ്റി പല അഭിപ്രായങ്ങളും ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അശ്വത്ഥാമാവിൻ്റെ അവതാരമാണെന്ന് പോലും പറഞ്ഞു നടക്കുന്നവരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 ആശ്രമങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. കോട്ടയ്ക്കകത്തും ഒന്ന് പുറത്ത്. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആചാരങ്ങളും ഭാഷയും സ്വാമികൾ വശത്താക്കിയുണ്ട്. മോതിരം കണ്ടുകിട്ടിയതിനോടടുത്ത് ഒരു ദിവസം സമൃദ്ധിയായ ഉച്ചഭക്ഷണം കഴിഞ്ഞ് സ്വർണ്ണ ധൂപക്കുറ്റിയിൽ നിന്ന് പുകവലിച്ച് ആശ്രമത്തിൽ വിശ്രമിക്കുകയായിരുന്നു സ്വാമി തിരുവടികൾ. സമീപം വരുന്ന വാൽക്കണ്ണാടി എടുത്ത് സ്വന്തം രൂപത്തെ നോക്കി സംതൃപ്തനായി. തൻ്റെ നാട്യങ്ങളും വേഷവുമൊക്കെ ശരിയാകുന്നുണ്ടോ എന്ന് വിലയിരുത്തി. സ്വാധീന വലയത്തിലാക്കിയിട്ടുള്ള പ്രഭുക്കന്മാരുടെ എണ്ണം വിരലുകൾ എണ്ണി നോക്കി. അതിനിടയ്ക്ക് നീട്ടെഴുത്ത് കേശവപിള്ളയുടെ നാമം ഉച്ചരിച്ച് കഠിനമായ വെറുപ്പോടെ തുപ്പി. അപ്പോൾ വിശ്വസ്തനായ ഉമ്മിണിപ്പിള്ള ഭക്ത്യാദരങ്ങളോടെ അവിടെ എത്തി സാഷ്ടാംഗ പ്രണാമം ചെയ്തു. മുഖത്തെ രൂക്ഷത വെടിഞ്ഞ് വാത്സല്യപൂർവ്വം ശിഷ്യനെ സ്വാമികൾ അനുഗ്രഹിച്ചു. ഉമ്മിണിപ്പിള്ള മോതിരത്തിനെ സംബന്ധിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസൊക്കെ സ്വാമിയെ അറിയിച്ചു. മോതിരത്തിൻ്റെ പേരിൽ മഹാരാജാവ് അസ്വസ്ഥനാകുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് പറഞ്ഞു സ്വാമി. അങ്ങനെ നിസ്സാരമായി തള്ളാനാവില്ലെന്ന് ഉമ്മിണിപ്പിള്ളയും പറഞ്ഞു. കുടുംബങ്ങൾ കുളം തോണ്ടിയതും തുറകേറ്റിയതും മറക്കാറായിട്ടില്ല. ആ ചെറിയ മോതിരം തീപ്പൊരി പോലെ പതിയെ പതിയെ കത്തി വളരും. പിന്നെ എന്തെല്ലാം വരുത്തി വയ്ക്കുമെന്ന് ഒരു പിടിയില്ല. പരദേശിയായ സ്വാമികൾക്ക് ചരിത്രമൊന്നും അറിയില്ലല്ലോ എന്നാണ് ഉമ്മിണിപ്പിള്ള വിചാരിച്ചിരിക്കുന്നത്. രാജപക്ഷം, ജനപക്ഷം ഇതിലേതെങ്കിലും ഒന്നിൻ്റെ നാശത്തോടു കൂടി മാത്രമേ തിരുവിതാംകൂറിൻ്റെ പ്രശ്നം തീരുകയുള്ളൂ. ഇതാണ് സ്വാമിയുടെ അഭിപ്രായം. പരദേശി എന്ന് ഉമ്മിണിപ്പിള്ളയ്ക്ക് തോന്നുമാറ് ചന്ദ്രക്കാരനും കഴക്കൂട്ടത്ത് ഭവനവുമായുള്ള ബന്ധമെന്തെന്ന് സ്വാമി അന്വേഷിച്ചു. മോതിരം കഴക്കൂട്ടത്ത് കുടുംബം വക, ചന്ദ്രക്കാരനെ സൂക്ഷിക്കണം. മോതിര ക്രയവിക്രയവുമായി ചന്ദ്രക്കാരന് ഉണ്ടാകാം എന്ന സ്വാമിയുടെ അഭിപ്രായം അടിസ്ഥാനരഹിതമാണെന്നും അത് ആരെങ്കിലും പറഞ്ഞ് രാജാവ് പറഞ്ഞാൽ പൊല്ലാപ്പാകുമെന്നും ഉമ്മിണിപ്പിള്ള സ്വാമിയെ അറിയിച്ചു. സംഘട്ടനം തന്നെ നടക്കും. 8 വീട്ടിൽ പിള്ളമാർക്ക് കിട്ടിയ അനുഭവം ചന്ദ്രക്കാരനും കിട്ടിയെന്ന് വരാം. ചന്ദ്രക്കാരൻ സ്വാമിയുടെ അടുക്കലേ താണു നിന്നിട്ടുള്ളൂ. മറ്റെങ്ങും താണു കൊടുക്കുന്ന പ്രകൃതക്കാരനല്ല. ഉമ്മിണിപ്പിള്ളയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്വാമി തൻ്റെ ശിഷ്യപ്രധാനനായ ചന്ദ്രക്കാരനെ തിരുവിതാംകൂറിൻ്റെ മന്ത്രിയാക്കുമെന്ന് വാക്കുകൊടുത്തു. ഉമ്മിണിപ്പിള്ളയാകട്ടെ തൻ്റെ ഉദ്യോഗക്കയറ്റം സ്വപ്നം കണ്ട് സന്തുഷ്ടനായിരിക്കുമ്പോൾ പെട്ടെന്ന് സ്വാമിയുടെ വെളിപാടുണ്ടായി. വടക്കുഭാഗത്ത് തീക്ഷ്ണനായ സൂര്യൻ ഉദിക്കുന്നു. അതിൻ്റെ അസ്തമയം തിരുവനന്തപുരത്തിൻ്റെ തെക്ക് മഹേന്ദ്രപർവ്വതത്തിലും. ഹൈദരാലിയുടെ ആസന്നമായ തിരുവിതാംകൂർ ആക്രമണത്തെ പറ്റിയാണ് പ്രവചനമുണ്ടായത്. തിരുവിതാംകൂർ സൈന്യവും ഹൈദറിൻ്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ തനിക്കും ബന്ധുക്കൾക്കും അഭയമായി സ്വാമികളുണ്ടെന്ന് ഉമ്മിണിപ്പിള്ള ആശ്വസിച്ചു.
അതിനിടയിൽ വലിയ പടത്തലവൻ്റെ മകളെ സ്വന്തമാക്കണമെന്നുള്ള മോഹം സ്വാമി സാധിച്ചു കൊടുക്കാത്തതിൽ ഉമ്മിണിപ്പിള്ള തൻ്റെ വ്യസനം പ്രകടിപ്പിച്ചു. തനിക്ക് സന്യാസമേ വിധിച്ചിട്ടുള്ളൂ എന്ന് വിധിയെ പഴിച്ചു. കൊച്ചമ്മണിയുടെ കാര്യം നടക്കില്ലെന്ന് സ്വാമി തീർത്തു പറഞ്ഞു. പരഭാര്യയാണവൾ. പിന്നെ മീനാക്ഷിയുടെ കാര്യം, കേശവൻ കുഞ്ഞിൻ്റെ ഭാര്യയാകാൻ നിശ്ചയിക്കപ്പെട്ടവൾ, അതും നടക്കില്ല. രാജാവിൻ്റെ ദൂതന്മാർ സ്വാമികളെ കാണാനെത്തിയിരിക്കുന്നുവെന്ന് ഭൃത്യന്മാർ അകത്തു വന്നറിയിച്ചതോടെ ഉമ്മിണിപ്പിള്ളയുടെ വിവാഹകാര്യം മുടങ്ങി. അവരെ സ്വീകരിക്കുവാൻ അടുത്ത മുറിയിലേക്ക് പോയ സ്വാമികൾ സമാധിസ്ഥനായിരുന്നു. സമ്പ്രതി രാമയ്യനും നീട്ടെഴുത്ത് കേശവപിള്ളയുമായിരുന്നു സന്ദർശകർ. മഹാരാജോ വിജയീ ഭവന്തു എന്ന് പറഞ്ഞ് രാമയ്യന് സ്വാമി വിഭൂതി നൽകി. രാമയ്യൻ നെറ്റിയിൽ തൊട്ടതിന് ശേഷം ബാക്കി വന്ന വിഭൂതി കേശവപിള്ളയ്ക്ക് കൊടുത്തെങ്കിലും അയാൾ വാങ്ങാൻ കൂട്ടാക്കാതെ നിൽക്കുന്നത് കണ്ട് സ്വാമി അടുത്ത് വിളിച്ച് കൈ പിടിച്ച് ഒരു അനുഗ്രഹ മന്ത്രത്തോടെ വിഭൂതി കൊടുത്തു. കേശവപിള്ള പിന്നിലേക്ക് മാറിയെന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അഭിമുഖമായി തിരിഞ്ഞു നിന്ന് ധ്യാനത്തോടെ നെറ്റിയിൽ തൊട്ടു. അനന്തരം ഒരു പരിചാരകൻ ജ്വലിക്കുന്ന കർപ്പൂരത്തളിക കൊണ്ടുവന്നു. രാമയ്യൻ വന്നിച്ചു. കേശവപിള്ള പുറത്തേക്കിറങ്ങി കൂടെ വന്ന പട്ടന്മാർക്ക് ചില ആജ്ഞ കൊടുത്തു മടങ്ങി മുറിയിൽ വന്നു. അത് സ്വാമി ശ്രദ്ധിക്കാതിരുന്നില്ല. വിചാരിച്ച് നടക്കാതെ പോയതിലുള്ള കോപത്തോടെ പല്ലുകൾ ഞെരിച്ച് സ്വാമി സമാധിക്ക് മുതിർന്നു. കേശവപിള്ളയെ കണ്ടാൽ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ പകർപ്പാണെന്ന് തോന്നും. വിസ്തൃതമായ നെറ്റിത്തടം, ഉയർന്ന മൂക്ക്, നീണ്ട കൈകൾ എല്ലാം യോജിക്കുന്നു. അതുകൊണ്ടാവാം രാമവർമ്മ മഹാരാജാവിന് കേശവപിള്ളയുടെ ഒരു പ്രത്യേക വാത്സല്യം. ചന്ദ്രകാരനെ പോലെ മന്ത്രിപദം വരെ ഇയാൾക്കും നോട്ടമുണ്ട്. പക്ഷേ അധികാരമോഹമല്ല അതിന് പ്രേരകമായത്, സ്വരാജ്യസ്നേഹം തന്നെയായിരുന്നു. മറ്റുള്ളവരോട് അങ്ങേയറ്റം ദാക്ഷിണ്യവും ത്യാഗബുദ്ധിയുമായിരുന്നു കേശവപിള്ളയുടെ സ്വഭാവ സവിശേഷത. സമാധിയിൽ നിന്നുണർന്ന യോഗീശ്വരൻ മിശ്രഭാഷയിൽ പ്രവചനങ്ങൾ നടത്തി. ധാർമ്മികനായ രാജാവ് സുരക്ഷിതൻ, പക്ഷേ കുടില വൃത്തികളാൽ പരിസേവിതനായിരിക്കുന്നു. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അതാണ്. ഭാവി അന്തഃഛിദ്രഭരിതമായിരിക്കും. രക്തവർഷം, ജീവനാശം, ജനസന്താപം, അഗ്നിഭയം, മഹായുദ്ധം, സ്ഥാനഭ്രംശം ആദിയായ ദുരിതങ്ങൾ നിറഞ്ഞതായിരിക്കും ഭാവി. കണ്ണുകൾ തുറന്ന് സ്വാമി കേശവപിള്ളയെ നോക്കി കരുണാമയനായി മന്ദസ്മിതം തൂക്കി. എന്തോ ഈ വരി വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നന്ദന സിനിമയിലെ കുമ്പിടി സ്വാമികളെയാണ്. മോതിരത്തെ പറ്റി അറിയാൻ രാജകൽപ്പന അനുസരിച്ച് എത്തിയതായിരുന്നു രാമയ്യനും കേശവപിള്ളയും. അവർ പറയാതെ തന്നെ അവരുടെ ആഗമനോദ്ദേശത്തെ മനസ്സിലാക്കിയിരിക്കുന്നു സിദ്ധനായ യോഗി. രാമയ്യൻ ആശ്ചര്യഭരിതനായിപ്പോയി. ആ മോതിരം എവിടെ നിന്ന് വന്നുവെന്നും ആരാണത് വിറ്റതെന്നും അറിയാൻ രാജാവിന് താല്പര്യമുണ്ടെന്ന് രാമയ്യൻ യോഗിയെ അറിയിച്ചു. യാതൊന്നും അറിയാത്തവനെ പോലെ യോഗി ചോദ്യം ചെയ്തു. മോതിരത്തിൻ്റെ ഉടമസ്ഥർ ആര്? അവരുടെ സ്വത്തുക്കൾ എവിടെ? 8 വീട്ടിൽ പിള്ളമാരിൽപ്പെട്ട ഒരു രാജദ്രോഹിയുടെ വകയാണ് മോതിരമെന്നും അവരുടെ സ്വത്തുക്കളെല്ലാം രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടിയെന്നും രാമയ്യൻ അറിയിച്ചു. എങ്കിൽ മോതിരം ഭണ്ഡാരത്തിൽ നിന്ന് കളവ് പോയതാണെന്ന് യോഗീശ്വരൻ അരുളി. ആ രാജ്യദ്രോഹികളുടെ വംശം തിരുവിതാംകൂറിൽ വളർന്നു വരുന്നുണ്ടെന്ന് കേശവപിള്ള യോഗീശ്വരനെ അറിയിച്ചു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് വീരനയം കൊണ്ട് രാജശത്രുക്കളെ ഉന്മൂലനം ചെയ്തു. ഇന്ന് ധർമ്മിഷ്ഠനായ രാമവർമ്മ മഹാരാജാവ് കാരുണ്യം കൊണ്ട് രാജ്യരക്ഷ ചെയ്യാൻ നോക്കുന്നു. ഇപ്പോൾ രാജ്യത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് കാരണം മറ്റൊന്നാണ്. രാജസ്ഥാനത്തോട് വിരോധമുള്ളവരാരോ പിന്നിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ. ദിവ്യചക്ഷുസായ സ്വാമികൾ രാജാവിന് വേണ്ടി മനസ്സിരുത്തി ഒന്ന് നോക്കി പോംവഴി നിർദ്ദേശിക്കണമെന്ന് കേശവപിള്ള അപേക്ഷിച്ചു. മോതിരം വാങ്ങിയ അണ്ണാവയ്യനെ കാണാനില്ല. മോതിരമാകട്ടെ അയാളുടെ വീട്ടിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അണ്ണാവയ്യൻ പോയ വഴി നോക്കി പറയാൻ യോഗീശ്വരന് സാധിക്കുമെന്ന് ലോകർ പറയുന്നു. ഏതെങ്കിലും രാജസേവകരാണ് മോഷണത്തിന് പിന്നിലെങ്കിൽ അവരെ കാണിച്ചു തന്നാൽ ശിക്ഷ കൊടുക്കാമല്ലോ. വ്യക്തമായ വെളിപാടുണ്ടായാലേ മഹാരാജാവിന് എന്തെങ്കിലും ചെയ്യാനാകൂ. അതുകൊണ്ട് എന്ത് മറുപടിയാണ് രാജാവിന് കൊടുക്കേണ്ടതെന്ന് കേശവപിള്ള താഴ്മയായി ചോദിച്ചു. കേശവപിള്ളയുടെ പ്രസംഗത്തിലെ ആശയങ്ങൾ പരിപൂർണമായും രാമയ്യന് പിടികിട്ടിയില്ല. യോഗീശ്വരൻ വിരുദ്ധ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു. രാമവർമ്മ യുവരാജാവായിരുന്നപ്പോൾ കേശവപിള്ളയും ഇന്നത്തെ യോഗിയും അദ്ദേഹത്തിൻ്റെ പ്രശംസ ഒരുപോലെ പിടിച്ചുപറ്റിയിരുന്നു. ഹരിപഞ്ചാനനൻ വിവിധ കലാവിദഗ്ധനായിരുന്നു. കേശവപിള്ള ദൈവാധീനം കൊണ്ട് ലഭിച്ചിരുന്ന ബുദ്ധിപ്രഭാവത്താൽ രാജസേവ ചെയ്തു പോകുന്നു. പരസ്പര ബഹുമാനത്തോടെ അവർ കഴിഞ്ഞുകൂടിയിരുന്നു. കേശവപിള്ളയെ ശിഷ്യനാക്കി കിട്ടിയിരുന്നെങ്കിൽ തൻ്റെ ലക്ഷ്യം നേടാൻ എളുപ്പമായിരുന്നു എന്ന് മനസ്സിലാക്കി ആ വഴിക്ക് പല പരിശ്രമങ്ങളും നടത്തിയെങ്കിലും ഫലിച്ചില്ല. ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയിലും ലക്ഷ്യം സാധിക്കുന്നില്ല. പ്രവചനങ്ങളെയൊക്കെ കേശവപിള്ള ഖണ്ഡിച്ചിരിക്കുന്നു. അണ്ണാവയ്യൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള പ്രത്യേക നോട്ടത്തിൻ്റെ പൊരുളും യോഗിക്ക് മനസ്സിലായി. കേശവപിള്ള തനിക്കൊത്ത ഒരു ശത്രു തന്നെയെന്ന് യോഗീശ്വരന് മനസ്സിലായി. അതുകൊണ്ട് അയാളെ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. ആലോചനയ്ക്ക് ശേഷം മന്ദഹാസത്തോടെ യോഗീശ്വരൻ അരുളി ചെയ്തു. ജഗദംബികയുടെ അരുളപ്പാടുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് രാജസന്നിധിയിൽ അറിയിക്കുക. രാജ്യത്തിൽ സമാധാനം നിലനിൽക്കുന്നുണ്ടെങ്കിലും
ഉള്ളിൽ കള്ളന്മാർ ഇരിക്കുന്നു. അത് തന്നെ ഉദ്ദേശിച്ചാകാമെന്ന് മനസ്സിലാക്കിയ കേശവപിള്ള വിട്ടുകൊടുത്തില്ല. അയാൾ പറഞ്ഞു, ലോകത്തിൽ ബ്രഹ്മാണ്ട കള്ളന്മാരുള്ളതുപോലെ. യോഗി: ആമാം, ഇന്തക്കാലം കലികാലം തന്നെ. അതിന് കേശവപിള്ള തിരികെ പറഞ്ഞു, ദശാനനകാലമായ ത്രേതായുഗവും ആയിരിക്കാം. കേശവപിള്ളയുടെ ഒടുവിലത്തെ പ്രയോഗം യോഗീശ്വരൻ്റെ ക്ഷമയെ നശിപ്പിച്ചു. അരനിമിഷത്തേക്ക് കാളുന്ന തീ പോലെ ഹരിപഞ്ചാനൻ്റെ ശരീരം തീക്ഷ്ണ പ്രകാശിതമായി. വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് രാമയ്യനെ അനുഗ്രഹിച്ച് പൂജാമുറിയിലേക്ക് പോയി. പെട്ടെന്നുള്ള ഈ ഭാവമാറ്റം കണ്ട് രാമയ്യനും അത്ര രസിച്ചില്ല. യോഗീശ്വരൻ ഉമ്മിണിപ്പിള്ളയെ വരുത്തി ചന്ദ്രക്കാരനെ ഉടനെ കാണാൻ വേണ്ടത് ചെയ്യാൻ ആജ്ഞാപിച്ചു. എന്തിനായിരിക്കും ഇപ്പോൾ യോഗീശ്വരൻ ചന്ദ്രക്കാരനെ കാണുന്നത്? എന്തോ വലിയ പ്ലാനുകളൊക്കെ അകത്തുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.